ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ. മരുഭൂമിൽ വളർന്നൊരു തൻ പ്രിയപുത്രൻ മണിയായ ഇസ്മായിലിനെ ബലി നൽകാൻ മനതലിനരുളിയ കഥ ഇത് ചൊല്ലാൻ മനം നെട്ടി ഉണർന്നീടെ നബിയും വന്നേ. മനബീവിയ ഹാജറയോടെ ഊരത്തു പിന്നെ മനം നെട്ടി ഉണർന്നീടെ നബിയും വന്നേ. മനബീവിയ ഹാജറയോടെ ഊരത്തു പിന്നെ മഹിളാമണിയാം ഹാജറ ബീവി മനസ്സൊട്ടും പതറാതെ സമ്മതമേകി മനം പൊട്ടിക്കരയാതെ വീരകം പോകി. മണിമകൻ മനസാതിൽ തെളിഞ്ഞു വന്നേ. മന്നാന്റെ വീതിയോർത്ത് സാബൂറാക്കുന്നേ. മണിമകൻ മനസാതിൽ തെളിഞ്ഞു വന്നേ. മന്നാന്റെ വീതിയോർത്ത് സാബൂറാക്കുന്നേ. മഹദിയ ഹാജറ മോനയെടുത്ത് മഹിമയിൽ പുതുമരം പോലെ ചമയ്ത്ത് മതിലെങ്കും പൂമുഖം മൂത്തി മണത്ത് മൊഴിയുന്നു മാതാവപ്പോൾ കാണാൻ ഞാൻ നിന്നെ. മന്നാന്റെ വീതിയെങ്കിൽ സുബർക്കത്തിനെ മൊഴിയുന്നു മാതാവപ്പോൾ കാണാം ഞാൻ നിന്നെ. മന്നാന്റെ വീതിയെങ്കിൽ സുബർക്കത്തിനെ അഹദവൻ വിധിയത് നടത്തുക തന്നെ. അരുമപ്പു മകനുമൊത്ത് അണഞ്ഞിടും മുന്നേ അടുത്തൊരു മലയുടെ ചെരുവിലും ചെന്നേ. ചെന്നുടൻ പിതാവിനോടായി സുതൻ മൂളുന്നേ. പുന്നാരം കാരുതാതെ ആറുക്കൂ എന്നെ. ഇബ്രാഹിം നബിയുള്ള ഉടനെ അടുത്ത് ഇറയവൻ വിധി പോലെ വാളുമെടുത്ത് ഇസ്മായിൽ നബി തന്റെ കഴുത്തിലറുത്ത് നിനമില്ല കഴുത്തൊട്ടും മുറിഞ്ഞില്ലെന്നേ. ക്ഷണമിബ്രാഹിം നബിക്കോഹിയും വന്നേ. നിനമില്ല കഴുത്തൊട്ടും മുറിഞ്ഞില്ലെന്നേ. ക്ഷണമിബ്രാഹിം നബിക്കോഹിയും വന്നേ. വന്നുടൻ ജിബ്രീൽ രാടിനെ നൽകി മന്നവൻ വിധി പോലെ അറുക്കുവാൻ ചൊല്ലി. മങ്ങിയ നബി മുഖം കതിരൊളി പൊങ്ങി. ഇബ്രാഹിം കാലിലുള്ള ആറുത്തോരാട് ഇമ്പപ്പൂ മകനൊത്ത് അണഞ്ഞു വീട്. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കൂത